നമസ്കാരം. മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പിനെക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ലെന്ന് നടൻ മോഹൻലാൽ വ്യക്തമാക്കി. താൻ പവർ ഗ്രൂപ്പിൻ്റെ ഭാഗമല്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നത് താൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കൂ എന്നും മോഹൻലാൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടന്ന കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. സിനിമയിലുള്ള എല്ലാവർക്കും ഇതേക്കുറിച്ച് പറയാനുള്ള സമയമാണ് ഇപ്പോൾ. രാജ്യത്തെ എല്ലാ സിനിമാ മേഖലകളിലും ഇത്തരം കമ്മിറ്റികൾ ഉണ്ടാകട്ടെ, കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നതാണ് തൻ്റെ അഭിപ്രായം. ദൗർഭാഗ്യകരമായ കാര്യങ്ങളിൽ പ്രതികരിക്കേണ്ടി വന്നതിൽ വേദനയുണ്ടെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നുവെന്നും നടൻ മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. സിനിമാ മേഖല ഒന്നാകെയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടത്. എന്നാൽ അമ്മയ്ക്ക് നേരെയാണ് എല്ലാവരും വിരൽ ചൂണ്ടുന്നത്. താൻ എവിടേക്കും ഒളിച്ചോടിയിട്ടില്ല എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. താൻ എവിടെയും ഒളിച്ചോടിപ്പോയിട്ടില്ല. തൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാൽ ഗുജറാത്തിലും ബോംബെയിലും മദ്രാസിലുമായിരുന്നു. ഭാര്യയുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ആധികാരികമായി പറയാൻ അറിയുന്ന ആളല്ല. എന്തിനും ഏതിനും അമ്മ എന്ന സംഘടനയെ കുറ്റപ്പെടുത്തുന്നതായി കാണുന്നു. എല്ലാത്തിനും അമ്മയല്ല ഉത്തരം നൽകേണ്ടത്. അഭിഭാഷകരും സിനിമയിലെ തലമുതിർന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രസിഡന്റ് പദവിയിൽ നിന്ന് പിന്മാറിയത് എന്നും ലാൽ കൂട്ടിച്ചേർത്തു. വളരെ ബുദ്ധിമുട്ടിയുണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ്. ദയവ് ചെയ്ത് എല്ലാ തെറ്റും ഞങ്ങളുടേത് മാത്രമായി കണക്കാക്കരുത്. ആയിരക്കണക്കിന് ജോലിക്കാരുള്ള വലിയ ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ. അത് നിശ്ചലമായി പോകും. കൂട്ടായെടുത്ത തീരുമാനപ്രകാരമാണ് അമ്മ ഭരണസമിതി രാജിവെച്ചത്. ആർക്കു വേണമെങ്കിലും അമ്മയുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരാം. മലയാള സിനിമയെ രക്ഷിക്കണം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. ഒരു സംഘടന മാത്രം ഇങ്ങനെ ക്രൂശിക്കപ്പെടുന്നത് ശരിയല്ല എന്നും മോഹൻലാൽ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള ഒരു വലിയ മൂവ്മെൻ്റായി ഇത് മാറണം. സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ഇതുപോലുള്ള കമ്മിറ്റികൾ ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടണം എന്നാണ് തൻ്റെ ആഗ്രഹം. ദയവ് ചെയ്ത് എല്ലാവരും കൂടി സഹകരിച്ച് മലയാള സിനിമാ മേഖല തകരാതിരിക്കാൻ ശ്രമിക്കണം. വളരെയധികം സങ്കടമുണ്ട്. 47 വർഷം സിനിമയുമായി സഹകരിച്ച വ്യക്തി എന്ന നിലയിലുള്ള അഭ്യർത്ഥനയാണ് ഇത്. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. നിങ്ങളുടെ കയ്യിലാണ് ഇക്കാര്യം നിൽക്കുന്നത്. കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ സംഭവിച്ചുപോയി. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. പോലീസും കോടതിയും സർക്കാരുമാണ് നടപടികൾ സ്വീകരിക്കുന്നത്. മാധ്യമങ്ങളും കൂടി ചേർന്ന് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കണം. ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അന്യന്മാരായി? സിനിമാ മേഖലയിലെ ശുദ്ധീകരണത്തിന് അമ്മയും സഹകരിക്കും. ശുദ്ധീകരണത്തിന് നല്ല കാര്യത്തിനായുള്ള നീക്കങ്ങളിൽ സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് സഹകരിക്കും എന്ന് തന്നെയാണ് ഉത്തരം. അമ്മ മാത്രമല്ല, നിരവധി സംഘടനകൾ ഉണ്ട്. അവരെല്ലാവരുമായി മാധ്യമങ്ങൾ സംസാരിക്കണം. അവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കണം. പരിചയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കേട്ടു. അമ്മ ഇതിനെല്ലാം പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും എന്നും മോഹൻലാൽ ചോദിച്ചു. കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന അറിവ് തന്നെയാണ് എനിക്കുള്ളത്. അമ്മയുടെ പ്രസിഡന്റ് എന്ന നിലയിലല്ല സംസാരിക്കുന്നത്. സിനിമാ പ്രവർത്തകൻ എന്ന നിലയിലാണ്. വ്യവസായം തകർന്നു പോകരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളും എന്നോടൊപ്പം സഹകരിക്കണമെന്നും മോഹൻലാൽ അഭ്യർത്ഥിച്ചു. സിനിമ സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മറ്റെല്ലായിടത്തും ഉണ്ടാകുന്നത് പോലെ സിനിമയിലും പലതും ഉണ്ടായിട്ടുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല. ഹേമ കമ്മീഷൻ മുൻപാകെ 2 തവണ മൊഴി നൽകി. തനിക്കറിയാവുന്ന കാര്യം അവിടെ പറഞ്ഞിരുന്നതായി മോഹൻലാൽ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അമ്മ എന്നത് ഒരു ട്രേഡ് യൂണിയൻ സംഘടനയല്ല. അഭിനേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവർക്കൊപ്പം താങ്ങായി നിൽക്കാനാണ് സംഘടന ഉണ്ടാക്കിയത്. എന്തിനും ഏതിനും അമ്മയെ കുറ്റപ്പെടുത്തുന്നതാണ് കണ്ടത്. ഇത് സംബന്ധിച്ച് കൂടുതൽ ശരങ്ങൾ വന്നത് എന്നിലേക്കും സംഘടനാ ഭാരവാഹികളിലേക്കുമാണ്. മുതിർന്ന ആളുകളുമായി ആലോചിച്ചാണ് രാജിക്കാര്യം തീരുമാനിച്ചത് എന്നും മോഹൻലാൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് മോഹൻലാൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലോഞ്ചിങ് ചടങ്ങിന് എത്തിയപ്പോഴായിരുന്നു മോഹൻലാലിൻ്റെ ഈ പ്രതികരണങ്ങളൊക്കെ തന്നെ. എനിക്ക് ഒന്നും ആധികാരികമായി പറയാൻ കഴിയുന്ന ആളല്ല. എന്തിനും ഏതിനും സംഘടനയെ കുറ്റപ്പെടുത്തുന്നു. അഭിഭാഷകരും സിനിമയിലെ തലമുതിർന്ന ആളുകളുമായി സംസാരിച്ചതിന് ശേഷമാണ് താൻ പ്രസിഡന്റ് പദവിയിൽ നിന്ന് പിന്മാറിയത്. 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. തൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് മദ്രാസിൽ വെച്ചാണ്. അന്നൊന്നും ഇത്തരത്തിൽ ഒരു സൗകര്യവുമില്ല. വളരെയധികം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഇൻഡസ്ട്രിയാണ്. കുറ്റം ചെയ്തവർക്ക് പിന്നാലെ പോലീസുണ്ട്. അതിൽ ആധികാരികമായി ഉത്തരം പറയേണ്ടത് താനല്ല എന്നും മോഹൻലാൽ പറഞ്ഞു. കേരളത്തിലും പുറത്തും വലിയ ചർച്ചയായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മോഹൻലാലിൻ്റെ ആദ്യ പൊതുപരിപാടിയായിരുന്നു ഇത്. നടന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടും മോഹൻലാൽ പ്രതികരിക്കാത്തതിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സഹതാരങ്ങൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മോഹൻലാൽ രാജിവെക്കുകയും ഭരണസമിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളോട് സംസാരിച്ച ശേഷമായിരുന്നു രാജി തീരുമാനമെന്നാണ് റിപ്പോർട്ട്.